Consequences of the mean value theorem. First one, suppose that f is differentiable on open interval ab and continuous on closed interval ab. Assume that there are two numbers capital A and B such that capital A less than or equal to f dash of x less than or equal to capital B for all x element of open interval ab. Then for any two distinct points x1 and x2 in closed interval ab, capital A less than or equal to f of x2 minus f of x1 by x2 minus x1 less than or equal to b. സോ ഇതിൽ പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതെന്താണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസുമാണ്. ആൻഡ് ടു നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എ ആൻഡ് ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ എഫിൻ്റെ ഡെറിവേറ്റീവ് എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് for all x element of open interval ab. Then we have to show that there exist 2 points x1 and x2 in closed interval ab such that a less than or equal to f of x2 minus f of x1 by x2 minus x1 less than or equal to b. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസുമാണ്. എ ബി എന്ന് പറയുന്ന രണ്ട് റിയൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ദെൻ ഫോർ എനി ടു ഡിസ്റ്റിങ് പോയിൻറ്റ് x1 ആൻഡ് x2 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അല്ലേ. So let x1 and x2 be two distinct real numbers in closed interval AB. Closed interval AB le രണ്ട് distinct numbers ആണ് x1 and x2. And we assume that x1 less than x2. x1 ഉം x2 എന്താണ്, രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. സോ അതെന്തായാലും ഒന്നെങ്കിൽ x1 less than x2 ആണോ അല്ലെങ്കിൽ x2 less than x1 ആവണം. സോ വി assume that x1 is less than x2. നമ്മളെ ഫംഗ്ഷൻ എഫ് എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്ത x1 x2 എങ്ങനെയായിരുന്നു, രണ്ട് റിയൽ നമ്പേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ വരുന്ന രണ്ട് പോയിൻറ്റ്സ് ആണ് x1 ആൻഡ് x2 സച്ച് ദാറ്റ് x1 ലെസ് ദാൻ x2. സോ ഈ ഇൻ്റർവെൽ x1 ഓപ്പൺ ഇൻ്റർവെൽ x1 x2 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓക്കെ, സോ എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും, ഈ x1 x2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സബ് ഇൻ്റർവെൽ ആണ്. സോ എഫ് ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എഫ് എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽ x1 x2ലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി എഫ് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സബ് ഇൻ്റർവെൽ ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2 ഇതിൻ്റെ സബ് ഇൻ്റർവെൽ ആയ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2ലും നമ്മളെ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് എന്താ കിട്ടിയത്, എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ x1 x2 ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 and x2 ആണ്. That is, f satisfies the hypothesis of mean value theorem on the interval closed interval x1 x2. Then by mean value theorem വെച്ച് നമുക്ക് എന്ത് പറയാം, there exists a point c in open interval x1 and x2 such that f dash of c equal to f of x2 minus f of x1 by x2 minus x1. Okay, then but we know that there exist real numbers capital A and B such that A less than or equal to f dash of x less than or equal to b for all x in open interval AB. അല്ലേ, ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. നമ്മളെടുത്ത സി എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ x1 x2ലുള്ളതാണ്. ദാറ്റ് ഈസ് x1 x2 എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സി എന്താണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ സിക്കും എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. സോ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി എന്താണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി എന്താണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സോ ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് നമുക്ക് എന്ത് കിട്ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. Second one, functions with zero derivatives are constant. Suppose that f is differentiable on open interval ab and continuous on closed interval ab. If f dash of x equal to 0 on open interval ab, then f is constant on closed interval ab. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ആണ്. ആൻഡ്
എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. എഫിൻ്റെ ഡെറിവേറ്റീവ് ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ എല്ലാ പോയിന്റിലും അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫ് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഇന്ന് പ്രൂഫ് നോക്കാം. സോ വി ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഓപ്പൺ എ ബി എന്നെടുത്തു. ആൻഡ് വി ചൂസ് 2 പോയിന്റ്സ് x1 ആൻഡ് x2 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് x1 ലെസ് ദാൻ x2. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ 2 പോയിന്റ്സ് x1 x2 എടുത്തു. x1 ലെസ് ദാൻ x2 ആയിട്ട് വരുന്ന രീതിയിൽ. ആൻഡ് വി കൺസിഡർ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2 എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഒരു സബ് ഇൻ്റർവെൽ ആയിരിക്കും. ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ x1 x2 എന്തായിരിക്കും? ഓപ്പൺ ഇൻ്റർവെൽ എ ബിൻ്റെ ഒരു സബ് ഇൻ്റർവെൽ ആയിരിക്കും. സോ നമ്മൾ ഫംഗ്ഷൻ എഫ് എന്തായിരുന്നു? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരുന്നു. സോ അതിൻ്റെ ഒരു സബ് ഇൻ്റർവെലായ x1 x2ലും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ x1 x2. ആൻഡ് ഫംഗ്ഷൻ എഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. സോ അതിൻ്റെ ഒരു സബ് ഇൻ്റർവെലായ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 x2ലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 ആൻഡ് x2. അതായത് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ x1, x2 ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ x1, x2. ദാറ്റ് ഈസ് എഫ് സാറ്റിസ്ഫൈസ് ദ ഹൈപ്പോത്തസിസ് ഓഫ് മീൻ വാല്യൂ തിയറം ഓൺ ദ ഇൻ്റർവെൽ x1 x2. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ സോ വി ക്യാൻ അപ്ലൈ ദ മീൻ വാല്യൂ തിയറം. ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം? മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. മീൻ വാല്യൂ തിയറം പ്രകാരം അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എ സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ x1 ആൻഡ് x2 സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ x1 ആൻഡ് x2 ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്തിരുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ സി എന്താണ്? സി ഓപ്പൺ ഇൻ്റർവെൽ x1 ആൻഡ് x2ലെ ഒരു പോയിന്റ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കണം? നമ്മൾ അസ്യൂം ചെയ്തത് പ്രകാരം എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടണം. പക്ഷേ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് x2 ഈക്വൽ ടു എഫ് ഓഫ് x1. സോ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ 2 പോയിൻറ്റ്സ് ആയ x1 x2 ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് x1ഉം ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് x2ഉം ഈക്വൽ ആണ്. അതായത് ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. നെക്സ്റ്റ് വൺ, functions with the same derivative differ by a constant. ഓക്കെ, അല്ല പറയുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ടു ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് each point of an open interval AB. Then there exists a constant C such that f of x equal to g of x plus c for all x in open interval AB. സോ ഇവിടെ പറയുന്നത് 2 ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവ്സ് എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. നമ്മളൊരു ഓപ്പൺ ഇൻ്റർവെൽ എ ബി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ ദെൻ ഈ 2 ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ദേ ഡിഫർ ഓൺലി ബൈ എ കോൺസ്റ്റൻറ്റ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് പ്ലസ് സം കോൺസ്റ്റൻറ്റ് സി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി 2 റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി. സോ എഫ് ജിയു എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കണം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന ഫോമിൽ എഴുതാൻ കഴിയണം. സോ നമ്മളൊരു ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുകയാണ്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഫോർ ആൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. സോ എച്ച് ഓഫ് എക്സ് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ. അതുകൊണ്ട് നമുക്ക് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സും എന്തായിരിക്കും? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ്.
നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ആണ് എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് എന്താവും, ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് കോൺസിക്വൻസ് ഓഫ് മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരിക്കും, ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇവിടെ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ദെൻ എച്ച് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. സോ നമുക്ക് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സം സി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നത്, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഫൈൻഡ് സി ഇൻ ദ മീൻ വാല്യൂ തിയറം വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്, എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 4. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മീൻ വാല്യൂ തിയറത്തിലെ സി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആൻഡ് എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 4. സോ നമ്മൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 4. സോ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സോ നമുക്കിവിടെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം, ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 4 കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെൽ 1, 4 ഡിഫറൻഷ്യബിളും ആവണം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഫോർ ഓൾ പോസിറ്റീവ് റിയൽ വാല്യൂസിന് അത് ഒരു കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. ഫോർ ഓൾ പോസിറ്റീവ് റിയൽ വാല്യൂസിന് it is a continuous and differentiable function. So 1, 4 okay, open interval 1, 4 എന്താണ്, അതിലുള്ള പോയിന്റ്സ് എല്ലാം എന്താണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഈ ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും ഈ ഫംഗ്ഷൻ, ഓപ്പൺ ഇൻ്റർവെൽ 1, 4 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 4 അത് കണ്ടിന്യൂസും ആയിരിക്കും. സോ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഈ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യാം, മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. മീൻ വാല്യൂ തിയറത്തിൽ എന്താ പറയുന്നത്, ദർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ദർ എക്സിസ്റ്റ് എ സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. സോ നമ്മൾ ഇവിടുത്തെ ഇൻ്റർവെൽ എന്താണ്, 1, 4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. സോ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 1, 4 സച്ച് ദാറ്റ് എഫ് ഓഫ് ബി എന്താവും, എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് എ എന്താണ് ഇവിടെ 1. സോ എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ബൈ 4 മൈനസ് 1 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്താണെന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് കാണും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, 1/2 റൂട്ട് എക്സ്. സോ ആൻഡ് ഇതെന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും, റൂട്ട് എക്സിൻ്റെ സ്ഥലത്ത് സി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1/2 റൂട്ട് സി. സോ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എന്തെഴുതാം, എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ബൈ 4 മൈനസ് 1 എന്നെഴുതാം. സോ 1/2 റൂട്ട് സി ഈക്വൽ ടു എഫ് ഓഫ് 4. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 4ഉം എഫ് ഓഫ് 1ഉം എന്താണെന്ന് നോക്കണം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്, റൂട്ട് എക്സ് ആണ്. സോ എഫ് ഓഫ് 4 എന്തായിരിക്കും, റൂട്ട് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് 1 മൈനസ് റൂട്ട് 1. ദാറ്റ് ഈസ് 2 മൈനസ് 1/4 മൈനസ് 1 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. സോ ഇവിടുന്ന് എന്താ കിട്ടിയത്, 1/2 റൂട്ട് സി ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 2 റൂട്ട് സി ഈക്വൽ ടു 3. സോ ഇവിടുന്ന് നമുക്ക് എന്താ എഴുതാം, സി ഈക്വൽ ടു 9/4 എന്ന് കിട്ടും. ആൻഡ് ഇത് നോക്കിയാൽ നമുക്കറിയാം 9/4 ഈക്വൽ ടു 2.25 ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 1, 4. സോ നമ്മൾ മീൻ വാല്യൂ തിരത്തിലുള്ള സി എന്താണ്, 9/4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ബി എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഷോ ദാറ്റ് ദർ ഈസ് എക്സാക്ട്ലി 1 പോയിന്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി അറ്റ് വിച്ച് എഫ് സാറ്റിസ്ഫൈസ് ദി കൺക്ലൂഷൻ ഓഫ് ദി മീൻ വാല്യൂ തിയറം. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ് അല്ലേ. പി എക്സ് സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. And what we have to show that there is exactly 1 point C in open interval AB at which F satisfies the conclusion of mean value theorem. So F mean value theoremത്തിന്റെ conclusion satisfy ചെയ്യുന്ന exactly 1 point C, exactly 1 CA ഉള്ളൂ in open interval AB. അതാണ് കാണിക്കേണ്ടത്.
ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ. ഇതെന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്, അതായത് ഒരു പോളിനോമിയലാണ്. സോ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതെന്തായിരിക്കും കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ അതെന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അതെന്തായിരിക്കും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2px പ്ലസ് ക്യൂ എന്ന് കിട്ടും. ഇനി എഫ് നോക്കുക, എഫ് എന്താണ് ഈ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ബൈ മീൻ വാല്യൂ തിയറം വി ക്യാൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഒരു സി എക്സിസ്റ്റ് ചെയ്യും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഫോർ സം സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. സോ ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് 2px പ്ലസ് ക്യൂ ആണ്. സോ എഫ് ഡാഷ് ഓഫ് സി എന്താവും, എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് സി കൊടുത്താൽ മതി, അത് 2pc പ്ലസ് ക്യൂ. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. എഫ് ഓഫ് എക്സ് എന്താണ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ. സോ എഫ് ഓഫ് ബി ഈക്വൽ ടു പി ബി സ്ക്വയർ പ്ലസ് ക്യൂ ബി പ്ലസ് ആർ മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് എന്തായിരിക്കും പി എ സ്ക്വയർ പ്ലസ് ക്യൂ എ പ്ലസ് ആർ ഹോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, പി ബി സ്ക്വയർ മൈനസ് പി എ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പി ബി സ്ക്വയർ മൈനസ് പി എ സ്ക്വയർ. സോ ഇവിടുന്ന് പി കോമൺ ആയി പി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ടേമിൽ നിന്ന് പി എടുത്തിട്ടുണ്ടെങ്കിൽ പി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ക്യൂ ബി മൈനസ് ക്യൂ എ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ക്യൂ ബി മൈനസ് ക്യൂ എ. അപ്പോൾ അവിടുന്ന് കോമൺ ആയിട്ട് ക്യൂ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂ ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാം. പ്ലസ് ആർ മൈനസ് ആർ, അത് ക്യാൻസൽ ആവും, ഹോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇനി നമുക്ക് ഈ ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ഇതിന് നമുക്ക് പി ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ പ്ലസ് ക്യൂ ഇൻറ്റു ബി മൈനസ് എ ബൈ ബി മൈനസ് എ എന്ന് എഴുതാം. ഈ ബി മൈനസ് എയും ബി മൈനസ് എയും ക്യാൻസൽ ആവും, അവിടെ ക്യൂ മാത്രം. ഇവിടെ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് എഴുതാം. സോ ഈ ബി മൈനസ് എയും ബി മൈനസ് എയും ക്യാൻസൽ ആവും. സോ ഇവിടെ എന്തുണ്ടാവുക, പി ഇൻറ്റു ബി പ്ലസ് എ, ദാറ്റ് ഈസ് പി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ക്യൂ എന്ന് കിട്ടും. സോ 2pc പ്ലസ് ക്യൂ ആണ് ഇത്. 2pc പ്ലസ് ക്യൂ ഈക്വൽ ടു പി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ക്യൂ. നമുക്ക് സി ആണ് കിട്ടേണ്ടത്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ക്യൂ ക്യാൻസൽ ആവും ആൻഡ് ദിസ് പി ആൻഡ് പി ഗെറ്റ്സ് ക്യാൻസൽ. സോ സി ഈക്വൽ ടു എന്ത് കിട്ടും, എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടും. ആൻഡ് എ പ്ലസ് ബി ബൈ 2 എന്താണ്, ഇറ്റ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. Therefore there is exactly one point C in open interval AB at which f satisfies the conclusion of the mean value theorem. Next problem. Suppose that f is differentiable on the whole real line and that f dash of x is a constant. Prove that f is linear. നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതെന്താണ് എൻറ്റയർ റിയൽ ലൈനിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഇസ് എ ലീനിയർ ഫംഗ്ഷൻ. എന്താണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ വിത്ത് ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് സം എ എക്സ് പ്ലസ് ബി എന്ന ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിന് നമ്മൾ എന്ത് പറയും, ലീനിയർ ഫംഗ്ഷൻസ് എന്ന് പറയും. എക്സിൻ്റെ പവർ 1 ആണ്, എക്സിൻ്റെ പവർ സ്ക്വയർ ക്യൂബ് അങ്ങനെയൊന്നും വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താവില്ല, ലീനിയർ ഫംഗ്ഷൻ ആവില്ല. സോ എക്സിൻ്റെ പവർ 1 ആയിട്ട് വരുന്ന ഫംഗ്ഷൻസാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എഫ് എൻ്റയർ റിയൽ ലൈനിൽ ഡിഫറൻഷ്യബിളും അതിൻ്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റൻറ്റുമാണെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എഫ് എന്താണെന്ന് കാണിക്കണം, ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും എന്ന് കാണിക്കണം. So we suppose that f എന്താണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഓൺ ദ എൻ്റയർ റിയൽ ലൈൻ ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ വി ടേക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എം. ലെറ്റ് എക്സ് ബി എനി റിയൽ നമ്പർ. നമ്മൾ ഒരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്യാണ്, എക്സ് ബി എനി റിയൽ നമ്പർ, അങ്ങനെ ഒരു റിയൽ നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്തു. സോ എക്സ് ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് ഒന്നെങ്കിൽ എക്സ് എന്താവാം ഗ്രേറ്റർ ദാൻ 0 ആവാം, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആവാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആവാം. ഫസ്റ്റ് കേസിൽ നമ്മൾ വി സപ്പോസ് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0x ഈ ഒരു ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്യാണ്. 0x എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എഫ് എന്താണ്, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ദ എൻ്റയർ റിയൽ ലൈൻ. എൻ്റയർ റിയൽ ലൈനിൽ നമ്മൾ ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0xലും നമ്മൾ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0xൽ നമ്മളെ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും, കണ്ടിന്യൂസും ആയിരിക്കും. സോ എഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈപ്പോത്തസിസ് ഓഫ് മീൻ വാല്യൂ തിയറം,
ക്ലോസ്ഡ് ഇൻ്റർവൽ 0x-ൽ എഫ് എന്ത് ചെയ്യുന്നുണ്ട്, മീൻ വാല്യൂ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ ഇൻ്റർവെല്ലിൽ. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് സം സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0x സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു, നമ്മളെ ഇൻ്റർവെല്ലിൽ എന്താണ്, ക്ലോസ്ഡ് 0x ആണ്. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ്. അതെന്താവും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ബൈ എക്സ് മൈനസ് 0 എന്ന് കിട്ടും. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എം ആണ്. ആ എൻ്റയർ ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് ഓഫ് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എം ആണെന്ന് കൺസിഡർ ചെയ്തിരുന്നു. സോ എഫ് ഡാഷ് ഓഫ് സിയും എന്തായിരിക്കും, ദാറ്റ് വിൽ ഓൾസോ ബി എ കോൺസ്റ്റൻറ്റ്. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എം ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്താണെന്ന് അറിയാം, അതും ഇതും ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എമ്മും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ബൈ എക്സ് ഈക്വൽ ടു എം എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് എഫ് ഓഫ് 0 എന്ന ഫോമിൽ എഴുതാം. ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് 0 എഫ് ഓഫ് 0 എന്നാണ് എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് 0 എന്തായിരിക്കും, ഫംഗ്ഷനിൽ 0 എന്ന എക്സിന് പകരം 0 കൊടുക്കുക. സോ ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് എം ഇൻറ്റു എക്സ്, എക്സിൻ്റെ ഡിഗ്രി എന്താണ്, 1 ആണ്. സോ എഫ് ഓഫ് എക്സ് എന്താണ്, ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഒരു ലീനിയർ ഫംഗ്ഷനാണ് എന്ന് കിട്ടി. ഇനി എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴും എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇത് പ്രൂവ് ചെയ്യാം. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് 0 ആണ്. ആൻഡ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ ക്ലോസ്ഡ് 0 1 ആയിരിക്കും. എന്നിട്ട് ഇതേ സംഭവം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ 40 ആൻഡ് 50 കിലോമീറ്റേഴ്സ് പെർ അവർ ഡ്യൂറിങ് എ ട്രിപ്പ് ഓഫ് 200 കിലോമീറ്റേഴ്സ്. യൂസിങ് മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ് വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്രിപ്പ്. സോ ഒരു ട്രെയിന് ഒരു 200 കിലോമീറ്റേഴ്സ് ട്രിപ്പ്, ഓക്കെ, ദ എൻ്റയർ ആ ഒരു എൻ്റയർ ട്രിപ്പിൽ 200 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള എൻ്റയർ ട്രിപ്പിൽ ഈ ട്രെയിനിൻ്റെ വെലോസിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 40 ആൻഡ് 50 കിലോമീറ്റേഴ്സ് പെർ അവർ. അതിൻ്റെ വെലോസിറ്റി ഓൾവേസ് എന്താണ്, 40യുടെയും 50യുടെയും ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചിട്ട് ഈ ജേർണിയുടെ ഡ്യൂറേഷനെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ജേർണി. നമുക്ക് സൊല്യൂഷൻ നോക്കാം. സോ വി ലെറ്റ് എഫ് ഓഫ് ടി ഡിനോട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ടൈം ടി. ഓക്കെ, എഫ് ഓഫ് ടി എന്താണ്, ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ടൈം ടി ടൈമിൽ ആ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എഫ് ഓഫ് ടി ഡിനോട്ട് ചെയ്യുന്നത്. എ ആൻഡ് ബി ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് ടൈംസ് ഓഫ് ദ ട്രിപ്പ്. എ എന്താണ്, ആ ട്രിപ്പ് ബിഗിൻ ചെയ്തപ്പോൾ ഉള്ള ടൈമും ബി ആ ട്രിപ്പ് എൻഡ് ചെയ്തപ്പോൾ ഉള്ള ടൈമും. ബിഗിനിങ് ആൻഡ് എൻഡിങ് ടൈംസ് ഓഫ് ദ ട്രിപ്പാണ് എയും ബിയും. Okay, since velocity f dash of t exists everywhere, f is continuous and differentiable on closed interval ab. So f dash of t, f എന്തായിരുന്നു, f of t എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ടൈം t ആണ്. സോ എഫ് ഡാഷ് ഓഫ് ടി എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ ആയിരിക്കും. ആൻഡ് സിൻസ് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് എക്സിസ്റ്റ് എവ്രിവെയർ. സോ എഫ് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിരിക്കും. സോ വി ക്യാൻ അപ്ലൈ ദി മീൻ വാല്യൂ തിയറം. So there exists some c in open interval ab such that f dash of c equal to f of b minus f of a by b minus a. വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ അതെന്താണ്, എഫ് ഡാഷ് ഓഫ് ടി. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, എൻ്റയർ ജേർണിയിൽ ഈ വെലോസിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് കെപ്റ്റ് ബിറ്റ്വീൻ 40 ആൻഡ് 50. So 40 less than or equal to f dash of t less than or equal to 50 for all a less than or equal to t less than or equal to b. സോ ഈ ബിഗിനിങ് ടൈം ടു എൻഡ് ടൈം വരെയുള്ള എല്ലാ സമയങ്ങളിലും ഇതിൻ്റെ വെലോസിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 40 ആൻഡ് 50. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു 200 ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എന്താണ്, ഒരു ട്രിപ്പ് ഓഫ് 200 കിലോമീറ്റേഴ്സ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്, 200 കിലോമീറ്റേഴ്സ് ആണ്. എഫ് ഓഫ് ടി നമ്മൾ പറഞ്ഞിരുന്നു, എഫ് ഓഫ് ടി എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ടൈം ടി ആണ്. ടി ടൈമിൽ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എഫ് ഓഫ് ടി ഡിനോട്ട് ചെയ്യുന്നത്. എ എന്തായിരുന്നു, ഈ ട്രിപ്പ് ബിഗിൻ ചെയ്തപ്പോൾ ഉള്ള ടൈമും ബി ഈ ട്രിപ്പ് എൻഡ് ചെയ്തപ്പോൾ ഉള്ള ടൈമുമാണ്. സോ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ട്രിപ്പ് എൻഡ് ചെയ്ത ടൈമിൽ ഈ ട്രെയിന് കവർ ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, ബി ടൈമിൽ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് എ ടൈമിൽ
ഓക്കെ, അതായത് ആ ജേണി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഈ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതാണ് എഫ് ഓഫ് എ. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്തായിരിക്കും? 200. കാരണം 200 കിലോമീറ്റേഴ്സ് ലോങ് ട്രിപ്പാണ്. ദാറ്റ് ഈസ് സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എന്ത് കിട്ടും? 200. So ഇവിടെ 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ് ഫോർ ഓൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നൗ സി എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു പോയിൻ്റാണ്. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. സോ ഈ കണ്ടീഷൻ എന്തെയ്യുന്നു? ഫോർ സിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കും. ബട്ട് എഫ് ഡാഷ് ഓഫ് സി നമുക്ക് എന്തറിയാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ്. സോ അതിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 200 ബൈ ബി മൈനസ് എ ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 50. സോ 40 ഇവിടുന്ന് എന്താ കിട്ടുന്നത്? 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെന്ന് കിട്ടി. ഇനി ഇതെന്ത് ചെയ്യണം? സോ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ജേണിയാണ്. എൻ്റെ ജേണിക്ക് എടുത്ത ടൈമാണ് കാണേണ്ടത്. അതായത് നമുക്കത് എന്ത് കണ്ടാൽ മതി? എൻ ടൈമിൽ നിന്ന്, ജേണി എൻഡ് ചെയ്തപ്പോഴുള്ള ടൈമിൽ നിന്നും ബിഗിൻ ചെയ്തപ്പോഴുള്ള ടൈം കുറച്ചാൽ മതി. അതായത് ബി മൈനസ് എ ആണ് കാണേണ്ടത്. സോ ഇവിടെ നമുക്ക് 1 ബൈ ബി മൈനസ് എ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 40 ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 40 ബൈ 200 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ബൈ 200 എന്ന് കിട്ടും. ബി മൈനസ് എ ആണ് കാണേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ ഇവിടെ നമുക്ക് എന്തായിട്ട് 200 ബൈ 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 ബൈ 50 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? 200 ബൈ 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 ബൈ 50 ആണ്. സോ ഇതിനെങ്ങനെ എഴുതാം? 200 ബൈ 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ബൈ 40. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടിയത് 200 ബൈ 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ബൈ 40 ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 20 ബൈ 5 എന്ത് കിട്ടും? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ബൈ 4 ഇസ് 5. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് കിട്ടുക. സോ ബി മൈനസ് എ എന്താണ്? ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്രിപ്പ് അല്ലേ? സോ ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്രിപ്പ് ലൈസ് ബിറ്റ്വീൻ 4 and 5 hours.